നമസ്കാരം. ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന SWP എന്ന് പറയുന്ന ടൈമിനെ സംബന്ധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സമയം കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് SWP സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ SWP എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. SWP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് SWP എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വെൽത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നു. നമ്മുടെ വെൽത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് SWP എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ ബിയിലോട്ട് പോയാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണെന്ന് പറയുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് പൈസ വിഡ്രോ ചെയ്യുന്ന പ്ലാനെ വിളിച്ച പേരാണ് SWP എന്ന് പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നു ദ സേവിങ്സ് വിത്ത് പ്രോഫിറ്റ്. സേവിങ്സിനോടൊപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ SWP എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു സ്ട്രാറ്റജിക് വെൽത്ത് പ്രോസസ്. നമ്മുടെ വെൽത്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിനെ വിളിച്ച പേരാണ് SWP എന്ന് പറയുന്നു. സോ അപ്പോൾ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേർക്കെങ്കിലും SWP എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. സോ അപ്പോൾ SWP എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ആൻസറിലോട്ട് പോകാം. സോ വാട്ട് യു മീൻ ബൈ SWP? SWP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് പൈസ വിഡ്രോ ചെയ്യുന്ന പ്ലാനിനെയാണ് SWP എന്ന് വിളിക്കുന്നത്. ഈസ് എ ഫീച്ചർ ഓഫേർഡ് ബൈ ദ മ്യൂച്വൽ ഫണ്ട് വെയർ ദ ഇൻവെസ്റ്റർ ക്യാൻ വിഡ്രോ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫ്രം ദെയർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. SWP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ ഉള്ള ഒരു പ്ലാനെ വിളിച്ച പേരാണ് SWP എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ പ്ലാൻ നടക്കുന്നത്? ഇറ്റ്സ് എ ഫീച്ചേഴ്സ് ഓഫേർഡ് ബൈ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വേർ ദ ഇൻവെസ്റ്റർ ക്യാൻ വിഡ്രോ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി. ഇൻവെസ്റ്റർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അറ്റ് റെഗുലർ ഇൻ്റർവെല്ല്. റെഗുലർ ഇൻ്റർവെല്ലിൽ മന്ത്ലിയോ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കൊടുക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ച് നമുക്ക് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടേയിരിക്കും. ഫ്രം ദെയർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. എവിടുന്നാണ് വരുന്നത്? ഫ്രം ദെയർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം SIP സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ്, എൻ്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് റൺ ചെയ്തെന്നാണ് എനിക്ക് 55ാമത്തെ വയസ്സായി. ഇത്രയും നാൾ ഞാൻ SIPയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ഏജ് ഓഫ് 55 ആയപ്പോഴത്തേക്ക് ഞാൻ എന്താണ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. SIPയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇത്രയും വർഷം കൊണ്ട്, അതായത് ഒരു 30 വർഷക്കാലങ്ങൾ കൊണ്ട് എനിക്ക് എന്താണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ഇത്രയും നാൾ കൊണ്ട് എനിക്ക് കോമ്പൗണ്ട് ചെയ്ത് വന്നതിൻ്റെ റിട്ടേണും ഒക്കെ ചേർത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ SIPയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോവൽ ചെയ്യാം. ലംസമായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് വിഡ്രോ ചെയ്യുന്നതിന് പകരം എനിക്ക് എൻ്റെ മന്ത്ലി എനിക്ക് റിക്വയർമെൻറ്റ്സ്, അല്ലെ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ എൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയിട്ട് ഞാനൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് മന്ത്ലി ഒരു 50,000 റുപ്പീസ് വെച്ച് എൻ്റെ അക്കൗണ്ടിലോട്ട് വരണം. മന്ത്ലി 50,000 വെച്ച് എൻ്റെ അക്കൗണ്ടിലോട്ട് വരണം. സോ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന്. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യും? എല്ലാ മാസവും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 50,000 റുപ്പീസ് വെച്ച് എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം 50,000 റുപ്പീസ് ഞാൻ വിഡ്രോ ചെയ്യുമ്പോഴും ബാലൻസ് എമൗണ്ട് എവിടെ കിടക്കുകയാണ്? എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുകയാണ്. ആ ബാലൻസ് എമൗണ്ടിന്മേൽ വീണ്ടും എന്താണ്, ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള 2 ബെനിഫിറ്റാണ്. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടും നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന്മേൽ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. 55 ഇയേഴ്സ് ആയപ്പോൾ ഞാൻ എന്താണ്, ഇനി റിട്ടയർമെൻറ്റ് ആലോചിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് എനിക്ക് സാലറി നിലച്ചു, പക്ഷേ എനിക്ക് എന്താണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ ഫണ്ട് ലഭിക്കുന്നു. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ് SIP ആൻഡ് SWP എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? SWP stands for. എന്താണ് SWP? The right answer is option B, systematic withdrawal plan.
സിസ്റ്റമാറ്റിക് ആയിട്ട് പൈസ വിഡ്രോ ചെയ്യുന്ന പ്ലാനെയാണ് SWP എന്ന് വിളിച്ചത്. എന്താണെന്നുള്ളത് നമ്മളിപ്പം ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആൻ SWP ഇൻ മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ SWP അല്ലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ടു റെഗുലർലി ആഡ് ഫണ്ട് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫണ്ട് ആഡ് ചെയ്യുക. ടു വിഡ്രോ എ ഫിക്സഡ് എമൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെല്. റെഗുലർ ഇൻ്റർവെല്ലിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച്, ഇൻവെസ്റ്റർ കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രൈമറി പർപ്പസ് ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നു പ്ലാൻ ഫോർ എ ഷോർട്ട് ടൈം ഗോൾ. നമ്മുടെ ഷോർട്ട് ടൈം ഗോളുകൾ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നു മാക്സിമൈസ് ദ റിട്ടേൺ ത്രൂ റീ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് കിട്ടിയ പൈസ നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വഴി മാക്സിമം റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് SWPൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ഏതായിരിക്കും? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു വിഡ്രോ എ ഫിക്സഡ് എമൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെൽ. നമ്മൾ തൊട്ട് പിന്നെ ആ തിയറിയിൽ കണ്ടതാണ്. SWP വഴി നമ്മൾ എന്താണ് വിഡ്രോവൽ പോസിബിൾ ആകുന്ന വിഡ്രോവൽ എങ്ങനെയാണ്? വിഡ്രോ എ ഫിക്സഡ് എമൗണ്ട് അറ്റ് റെഗുലർ ഇൻ്റർവെല്ല്. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പറയുന്ന ഡയറക്ഷൻസിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ എല്ലാ മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി നമുക്ക് എന്ത് ചെയ്യും? അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡയറക്ഷനാണ് ഏത് ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഏത് ഡേറ്റിലായിരിക്കണം എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് പ്രൈമറി പർപ്പസ് ആയിട്ട് SWPൻ്റെ പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ SWP വാട്ട് typically happens if the selected withdrawal amount exceed the fund return? അപ്പോൾ നമ്മുടെ ഫണ്ട് റിട്ടേൺ അല്ലെങ്കിൽ വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടിൻ്റെ റിട്ടേണേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കിടപ്പുണ്ട്. ആ 10 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മുടെ 5 ലക്ഷം രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഭാഗവും 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെ റിട്ടേണൂടെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 10 ലക്ഷം രൂപ ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പൈസയ്ക്ക് എനിക്ക് കിട്ടിയ റിട്ടേണും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എൻ്റെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലുള്ള എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ നടത്തി. അങ്ങനെ നടത്തി എന്താണ് ഇൻട്രസ്റ്റിൽ നിന്നാണ് എനിക്ക് പൈസ വിഡ്രോ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിഡ്രോ ചെയ്ത് വന്ന് എൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് മുഴുവൻ ഞാൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ്, ദ വിഡ്രോവൽ ആർ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ്ഡ്, ദ അക്കൗണ്ട് ഈസ് ഫ്രോസൺ, ദ അഡീഷണൽ ഫണ്ട്സ് ആർ ആഡഡ്. അപ്പോൾ അഡീഷണൽ ഫണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണോ, അതോ എന്താണ് അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്യുമോ, അതോ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിഡ്രോവലിൻ്റെ ലിമിറ്റ് അവർ കുറയ്ക്കുമോ, അതുമല്ല ഇനി അവർ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് നമ്മുടെ പൈസ റെഡ്യൂസ് ചെയ്ത് വിഡ്രോവൽ പോസിബിൾ ആക്കുമോ. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ദെൻ SWPനകത്ത് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ്. അപ്പോൾ നമ്മുടെ റിട്ടേണിൻ്റെ എമൗണ്ട് മുഴുവൻ നമ്മൾ വിഡ്രോ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് ബാലൻസ് അവർ എവിടെ നിന്നായിരിക്കും വിഡ്രോവൽ പോസിബിൾ ആകുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നായിരിക്കും പോസിബിൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ ദ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. The next question, which of the following is a key benefit of an SWP? SWPയുടെ കീ ബെനിഫിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് അലോ ടാക്സ് ഫ്രീ വിഡ്രോവൽ. ഓപ്ഷൻ ബി, ഇറ്റ് പ്രൊവൈഡ് ദ റെഗുലർ ഇൻകം ആൻഡ് ലിക്വിഡിറ്റി. ഓപ്ഷൻ സി, ഇറ്റ് ഗ്യാരണ്ടി ഫിക്സഡ് റിട്ടേൺ. ഓപ്ഷൻ ഡി, ഇറ്റ് എലിമിനേറ്റ് മാർക്കറ്റ് റിസ്ക്. അപ്പം ടാക്സ് ഫ്രീ ആയിട്ടുള്ള വിഡ്രോവൽ ആണോ, അതോ റെഗുലർ ഇൻകം ലിക്വിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതാണോ, അതോ എന്താണ് ഫിക്സഡ് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നതാണോ, അതോ മാർക്കറ്റ് റിസ്ക് ഒഴിവാക്കുന്നതാണോ? ദെൻ കീ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദ റെഗുലർ ഇൻകം ആൻഡ് ലിക്വിഡിറ്റി.
SWP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇൻവെസ്റ്ററുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ ഡയറക്ഷൻ അനുസരിച്ച് ക്വാർട്ടർലിയോ മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ നമുക്ക് എന്താണ് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഒരു സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സാലറി ഇല്ലാത്ത അവസരത്തിൽ അല്ലെങ്കിൽ നമുക്ക് വരുമാനം നിലയ്ക്കുന്ന അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് SWP എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് പ്രൊവൈഡ് റെഗുലർ ഇൻകം. റെഗുലർ ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, SWP ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്? SWP ആർക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനാണ് SWP ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത്? ദെൻ ഓപ്ഷൻ എ, ദ യങ് ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ക്യാപിറ്റൽ ഗ്രോത്ത്. ക്യാപിറ്റൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വളരെ യങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണോ? അതോ റിട്ടയേഴ്സ് നീഡിങ് റെഗുലർ ഇൻകം, റിട്ടയർ ആയിട്ടുള്ള വ്യക്തികൾ ഒരു റെഗുലർ ഇൻകത്തിന് വേണ്ടി SWP ചൂസ് ചെയ്യുന്നതാണോ? അതോ അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് എ ഹൈ റിസ്ക് അപ്പിറ്റേറ്റ്, ഹൈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഉള്ള അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണോ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്? അതോ ഡേ ട്രേഡേഴ്സിനാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത്? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനായിരിക്കും SWP സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആർക്കാണ്? റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം നിലച്ചു. സോഴ്സ് ഓഫ് ഇൻകം നിലച്ചത് കൊണ്ട് തന്നെ ഇനി ഇത്രയും നാൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മന്ത്ലി പേയ്മെൻറ്റ് അല്ലെ മന്ത്ലി എമൗണ്ട് അവർക്ക് റിസീവ് ആകത്തില്ല. പക്ഷെ അവർക്ക് സ്റ്റിൽ എന്താണ് ചില പേയ്മെൻറ്റുകൾ ഇപ്പോഴും എന്താണ് കൊടുത്തു തീർക്കാനായിട്ട് കാണും. ചിലപ്പോൾ EMI എന്താണ് പെൻഡിങ് കാണും. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവർക്ക് മാസാമാസം വരുമാനം വന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാസം വരുമാനം കിട്ടണമെങ്കിൽ അവർക്ക് SWP ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനാണ് SWP ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ റിട്ടയർ നീഡിങ് റെഗുലർ ഇൻകം, റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് റെഗുലറായിട്ട് ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ, നമ്മുടെ ഓൾഡ് ഏജിൽ റെഗുലറായിട്ട് ഒരു ഇൻകം ലഭിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് SWP ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ ബി. The next one is, how does an SWP help with the tax efficiency in India? ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം അനുസരിച്ച് SWP എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ക്യാപിറ്റൽ ഗെയിൻ ഫ്രം SWP ആർ ടാക്സ് ഫ്രീ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ദെൻ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു, SWP ആർ സബ്ജക്റ്റ് ടു ലോവർ ടാക്സ് ഓൺ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പയർഡ് ടു ലംസം വിഡ്രോവൽ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൻ്റെ ടാക്സ് എന്ന് പറയുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കുറവാണെന്നാണ് പറയുന്നത് കമ്പയർഡ് ടു ലംസം വിഡ്രോവൽ. ഞാൻ ഈ പൈസ ഒന്നിച്ച് വിഡ്രോ ചെയ്താൽ ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് അല്ലെങ്കിൽ ടാക്സ് ഉണ്ട്. ആ ടാക്സ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ മന്ത്ലി വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മൾ വിഡ്രോ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചുള്ള വിഡ്രോവൽ ആണ് എങ്കിൽ കുറച്ച് ടാക്സ് എനിക്ക് ആകുന്നുള്ളൂ എന്നുള്ളതാണ് ദെൻ അടുത്ത എഫിഷ്യൻസി അല്ലെങ്കിൽ ടാക്സിലുള്ള എഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. സി പറയുന്നു, ദെൻ SWP എലിമിനേറ്റ് ദ നീഡ് ടു ഫയൽ ടാക്സസ്. SWP എന്താണ്? നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യുന്നത് എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്ത പറയുന്നു, SWP പ്രൊവൈഡ് ടാക്സ് റിബേറ്റ്. ദെൻ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന് ടാക്സ് റിബേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ടാക്സ് എഫിഷ്യൻസി എന്ന് ഇന്ത്യക്കകത്ത് പറയാനായിട്ടുള്ളത്. സോ ഇപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. SWP ആർ ദ സബ്ജക്റ്റ് ടു ലോവർ ടാക്സ് ഓൺ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പയർഡ് ടു ലംസം വിഡ്രോവൽ. ഞാൻ ഒന്നിച്ച് പൈസ വിഡ്രോ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഞാൻ എങ്ങനെ വിഡ്രോ ചെയ്യുന്നതാണ്? സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ്. സോ അപ്പം അതുകൊണ്ട് എനിക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ കുറവ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എഫിഷ്യൻസി ആയിട്ട് പറയാനുള്ളത്. സോ അപ്പോൾ അതാണ് ദെൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. The next one is, in an SWP, withdrawals are typically made by എങ്ങനെയാണ്? ഓപ്ഷൻ എ, ദ റെഡീമിംഗ് യൂണിറ്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ നിന്ന് റെഡീം ചെയ്യുന്നതാണ് ദെൻ SWP വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു, ബോറോവിംഗ് എഗൻസ്റ്റ് ദ ഫണ്ട്.
ഫണ്ട് നമ്മൾ സറണ്ടർ ചെയ്തുകൊണ്ട് ബോറോ ചെയ്യുന്നതിനെയാണ് SWP എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ദ സെല്ലിംഗ് സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ ഡയറക്ട്ലി. നമ്മൾ സെക്യൂരിറ്റീസ്, നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ സെല്ല് ചെയ്യുന്നതിനെയാണ് ദെൻ SWP വിഡ്രോവൽസ് ആർ ടിപ്പിക്കലി മെയ്ഡ് എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡി പറയുന്നു ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് എൻഡ് ഓൺ ദ ഫണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയിന്മേൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലെ വിഡ്രോവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റെഡ്യൂസിങ് ദ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അത് അതിൻ്റെ മച്യൂരിറ്റി എത്തുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒരു പീരീഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി ഞാൻ മുന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല മ്യൂച്വൽ ഫണ്ടിൽ, പകരം ഞാൻ SWP യൂസ് ചെയ്തുകൊണ്ട് പൈസ മന്ത്ലി വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദ റെഡ്യൂസിങ് ദ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഓരോ പ്രാവശ്യവും എനിക്ക് പേയ്മെൻറ്റ് തരുമ്പോഴത്തേക്കും അല്ല എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യുമ്പോഴും എവിടെ നിന്നാണ് പൈസ കട്ടാകുന്നത്? എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ വിറ്റിട്ടാണ് അവരെനിക്ക് പൈസ തരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു അല്ല റെഡീം ചെയ്യുന്നു എന്നുള്ളതാണ് ദെൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഫ്രീക്വൻസി ഓപ്ഷൻസ് ആർ കോമൺലി അവൈലബിൾ ഫോർ SWP വിഡ്രോവൽ. SWP വിഡ്രോവൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൻ്റെ വിഡ്രോവൽ ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഏതൊക്കെ ഫ്രീക്വൻസിയിൽ എനിക്ക് നടത്താനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഒൺലി മന്ത്ലി, മാസം മാത്രമേ എനിക്ക് പറ്റൂ. ഓപ്ഷൻ ബി വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ദെൻ ഹാഫ് ഇയർലി ഓർ ആനുവലി. ഓപ്ഷൻ സി ഡെയിലി വിഡ്രോവൽസ് ഒൺലി. ഓപ്ഷൻ ഡി ദ ബൈ ആനുവൽ ഓർ ആനുവൽ വിഡ്രോവൽസ് ഒൺലി. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവലി. നമുക്ക് വേണമെങ്കിൽ വീക്ക്ലി വിഡ്രോ ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ മന്ത്ലി വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം, ക്വാർട്ടർലി ഓർ ആനുവലി വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻസും എനിക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇൻവെസ്റ്ററുടെ ഡയറക്ഷനാണ് ഏത് വിഡ്രോവൽ അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയാണ് വിഡ്രോവലിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇതാണ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.